ഹൈക്കോടതിയുടെ ആന എഴുന്നള്ളത്ത് മാർഗനിർദ്ദേശങ്ങൾ സ്റ്റേ ചെയ്ത സുപ്രീം കോടതി നടപടിയിൽ സന്തോഷം പ്രകടിപ്പിച്ച് വിവിധ ഉത്സവ കമ്മിറ്റികൾ. ഹൈക്കോടതിയെ ചിലരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചെന്നും ആക്ഷേപം. സുപ്രീം കോടതി സ്റ്റേ ഉത്തരവോടെ ആന എഴുന്നള്ളിപ്പിൽ നിലനിന്ന അനിശ്ചിതത്വത്തിന് താൽക്കാലിക പരിഹാരമായി. ആന എഴുന്നള്ളത്തുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഇറക്കിയ മാർഗനിർദ്ദേശങ്ങൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തതോടെ എഴുന്നള്ളിപ്പ് ആചാരപരമായി കൊണ്ടാടുന്ന ക്ഷേത്രങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമായി. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ഹർജികളിൽ സുപ്രീം കോടതി വിശദമായി വാദം കേട്ടുകൊണ്ട് അന്തിമ തീരുമാനം കൈക്കൊള്ളും വരെ സ്റ്റേ നീട്ടിക്കിട്ടുമെന്നതും നേരത്തെ നിലനിന്നിരുന്ന അനിശ്ചിതാവസ്ഥയ്ക്ക് തെല്ലൊരു പരിഹാരവുമാണ്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പൊതുറോഡിൽ ആന എഴുന്നള്ളത്ത് പാടില്ലെന്ന ഹൈക്കോടതി മാർഗനിർദ്ദേശം ചെറു ക്ഷേത്ര ഉത്സവങ്ങളെ പോലും ബാധിക്കുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതി ഇടപെടൽ ആശ്വാസം പകരുന്നത്. വിവിധ ക്ഷേത്ര ഉത്സവ കമ്മിറ്റികളും സുപ്രീം കോടതിയുടെ സ്റ്റേ നടപടിയെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഭക്തജനങ്ങളുടെ എന്താണോ ആഗ്രഹം അല്ലെങ്കിൽ അത് ശരിയാണ് എന്ന രീതിയിൽ രേഖപ്പെടുത്തുന്ന രീതിയിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെ നിലനിർത്താൻ വളരെ സഹായകമായിരിക്കും. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളെയും പ്രത്യേകം ഞങ്ങൾ അവരോട് നന്ദിയും കടപ്പാടും ഭക്തജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ ചിലർ തെറ്റിദ്ധരിപ്പിച്ചെന്ന ആക്ഷേപവും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ഇവർ ആനപ്പോലും ഇവർ കാണാത്ത ആളുകളാണ്. എങ്ങനെയാണ് ആനകൾ ജീവിക്കുന്നത് പോലും അറിയാത്ത ആളുകളാണ്. അവരിങ്ങനെ കള്ളപ്പരാതികൾ നിരന്തരമായിട്ട് ആനയെക്കുറിച്ചിട്ടും ആന ഉടമസ്ഥരെ കുറിച്ചിട്ടും എല്ലാം ഇവർ അയക്കുന്ന പതിവുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംഘടന അതിനെ ഏറ്റെടുത്തുകൊണ്ട് അവർ ഞങ്ങളുടെ ഒരു സംശയം എന്ന് പറയുന്നത് ആരോ അതിന് ഫണ്ട് ചെയ്യുന്നുണ്ടാവും. ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളും അതുപോലത്തെ ഇവിടെ ആനകളെയും എല്ലാം ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരിക്കാം അവർ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചെന്ന പേരിൽ തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശ ക്ഷേത്രം ദേവസ്വം ഓഫീസർക്കെതിരെ അടക്കം സ്വീകരിച്ച കോടതിയലക്ഷ്യ നടപടിയും സുപ്രീം കോടതി ഉത്തരവിന് വിധേയമായിട്ടായേക്കും ഇനി പരിഗണിക്കുക. ജനം, കൊച്ചി.